എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഈ 2025 തൊട്ട് പരിവാഹൻ സൈറ്റ് കുറച്ചും കൂടി നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പാകത്തിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൈവറ്റ് വണ്ടികളുടെ 2 വീലർ 3 വീലർ 4 വീലർ മറ്റേതെങ്കിലും വീലാകട്ടെ ഇതിൻ്റെയൊക്കെ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ, അതായത് 15 വർഷത്തിന് ശേഷമോ അതോ അതിൽ കൂടുതൽ വർഷത്തിന് ശേഷമോ നമ്മൾക്ക് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്മൾക്ക് പുതുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസ് കിട്ടേ ഉള്ളൂ. പരിവാഹൻ സൈറ്റിൽ അവിടെ പേയ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് പോയി നമ്മൾ RTOയെ സമീപിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ കാണുന്നത് ഞാൻ സ്വന്തമായിട്ട് പെയിൻ്റ് അടിച്ച് സ്വന്തമായിട്ട് തന്നെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത്, എനിക്ക് പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നുമില്ല. പ്രൈവറ്റായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകളെ ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞത് 2500 രൂപയാണ് അവർ ചോദിച്ചത്. 2500 എന്നാണ് ഈ സാധനങ്ങളൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നതിനാണ്. ബാക്കി പൈസയൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം, ടാക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് 2010 മോഡല് ടാറ്റ നാനോയാണ്. ഇത് രജിസ്ട്രേഷൻ റിന്യൂവൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസമായി. ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റിങ് വിശേഷങ്ങൾ. ഞാൻ സ്വന്തമായിട്ട് തന്നെ പെയിൻ്റ് അടിച്ചതാണ്. ആ വീഡിയോസുകളൊക്കെ അതേപോലെ തന്നെ വണ്ടിയുടെ കുറേ പണികളൊക്കെ ഞാൻ തന്നെ എടുത്തതാണ്. ആ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് പെയിൻ്റ് അടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റേതായ ചെറിയൊരു പോരായ്മയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് വെറും 250 പെയിൻറ്റും ഒരു 400 ക്ലിയറും വെച്ചിട്ടാണ് മൊത്തം വണ്ടി പെയിൻ്റ് അടിച്ചത്. ബമ്പർ മാത്രം അടിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഈ സൈഡും കൂടി അങ്ങ് അടിച്ചു. ടോപ്പൊന്നും അടിച്ചിട്ടില്ല. അതിൻ്റേതായ ചെറിയൊരു കുഴപ്പമുണ്ട്. അടുത്ത് പോയി നോക്കുവാണെങ്കിൽ ചെറിയ വരകളൊക്കെ നമ്മൾ വർക്ക് അത്ര ശരിയല്ല. പിന്നെ ഈ വണ്ടിക്ക് ഇനി 5 വർഷത്തേക്ക് ഇതൊക്കെ മതി. എന്തായാലും എങ്ങനെ പെയിൻ്റ് അടിക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3-4 പേജസുകൾ ഡൗൺലോഡ് ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ പേ ചെയ്യണം. അതിനുള്ള ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതിനാണ് 2500 രൂപ. ഈ ഡ്രൈവിംഗ് സ്കൂളുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻറ്റുകാരൊക്കെ 2500 രൂപയാണ് ഏറ്റവും കുറഞ്ഞത് വാങ്ങിക്കുന്നത് ഒരു കാറിന്. അത് വളരെ കൂടുതലല്ലേ? ഈ 2500 രൂപയിൽ ഒരു 1000 രൂപ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കുക. ഒരു ദിവസം തന്നെ ഒരു 20 വണ്ടി എങ്ങനെയുണ്ടാവും? അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം 20,000 രൂപയോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇത് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പേ ചെയ്ത് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഡയറക്റ്റ് പോയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സംഭവങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയി RTOയുടെ പണിയെടുത്തു. ഞാൻ എൻ്റെ പണിയൊക്കെ എടുത്തു. ആളെ കറക്റ്റായിട്ട് വണ്ടികളൊക്കെ നോക്കി ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയായി ഞാൻ RC പ്രിൻ്റ് ഔട്ട് എടുത്തു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് സ്വന്തം ചെയ്യാവുന്നതാണ്. ഒരു 100 രൂപ ഉണ്ടെങ്കിൽ RTO ഓഫീസിന് അടുത്ത് തന്നെയുള്ള ഈ സേവാ കേന്ദ്രമുണ്ട്, അവിടെ പോവുക. സാധാരണ അക്ഷയയിൽ അവർ പറയാം അറിയാമെന്നൊക്കെ പറയും. അവർക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അറിയാൻ പാടില്ല. നിങ്ങൾ ഈ RTO ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു ഈ സേവാ കേന്ദ്രം ഉണ്ടാവും. അക്ഷയല്ല, ഈ സേവാ കേന്ദ്രം ഉണ്ടാവും. അവിടെ നിങ്ങളുടെ RC ബുക്കും അതേപോലെ തന്നെ ഈ വണ്ടിയും RCയും ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറും ആധാറുമായിട്ട് പോകുക. ബാക്കിയുള്ള പണിയൊക്കെ അവർ ചെയ്തു തരും. എല്ലാ ഡോക്യുമെൻ്റൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എല്ലാം ആക്കി തരും. 100 രൂപ മാത്രമേ ഉള്ളൂ. അത്രയേ ചെയ്തു തരത്തുള്ളൂ. അതിനുശേഷമുള്ള പണികളൊന്നും അവർ ചെയ്തു തരത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഇതെങ്ങനെ സ്വന്തമായിട്ട് നമ്മൾക്ക് ഇത് ചെയ്യാമെന്നുള്ളത്, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ. സ്ക്രീൻഷോട്ടൊന്നും കാണിക്കാൻ നിർവാഹമില്ല. പിന്നെ അത് ബ്ലർ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓരോ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ എല്ലാം പോയി തുറന്നു നോക്കാറില്ല അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. അതേപോലെ തന്നെ പരിവാഹൻ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് പോയിട്ട് അതിലെല്ലാം മെനു ഒക്കെ എന്തൊക്കെയാണ് സംഭവം എല്ലാം നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പം 2025 കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പണ്ട് കുറച്ച് വിഷമമായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ 2025 കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾക്കൊരു ആർക്കും ഒരു സാധാരണപ്പെട്ട ഒരാൾക്കും ചെയ്യാവുന്ന കേസ് കിട്ടേ ഉള്ളൂ. അത്യാവശ്യം ഓൺലൈൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ പേ ചെയ്തിട്ടില്ലേ, അതേപോലെ ചെയ്ത് നമ്മൾക്ക് എല്ലാം റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞല്ലോ 2500 എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വണ്ടി ഉണ്ടെങ്കിൽ, പ്രൈവറ്റ് വാഹനം ഉണ്ടെങ്കിൽ അതിൻ്റെ RC എടുത്ത് നോക്കുക എന്നാണ് ഇതിൻ്റെ റോഡ് ടാക്സ് ഫിറ്റ്നസ് ഒക്കെ തീരുന്നതെന്നുള്ളത്. ഇത് തീരുന്നതിന് 1 വർഷം മുമ്പെങ്കിലും നിങ്ങൾ തീരുമാനം എടുക്കുക.
എനിക്ക് ഈ വണ്ടി റിന്യൂവൽ ചെയ്ത് വീട്ടിൽ തന്നെ ഉപയോഗിക്കണം എന്ന തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. വണ്ടിയൊക്കെ നോക്കി ഇത്രയൊക്കെ പണികളൊക്കെ ഉണ്ടാവും, അത്യാവശ്യം ടച്ചപ്പ് വർക്ക് മറ്റുള്ള പണികളൊക്കെ ഉണ്ടാവും. അതിൻ്റെ പൈസയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുക, കൊടുക്കാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പാട്ട വിലയ്ക്ക് ആൾക്കാർ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ. പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ റെഡിയാക്കാൻ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കുന്നതിനേക്കാളും ഭേദം ആ വണ്ടി കളയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വണ്ടി ആദ്യമേ കൊടുത്ത് ഒഴിവാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വണ്ടിയുടെ റോഡ് ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. റോഡ് ടാക്സ് ആയിരിക്കും ആദ്യം തീരുന്നത്. അതിനുശേഷം ഒരു 3 മാസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും വണ്ടിയുടെ ഫിറ്റ്നസ് തീരത്തുള്ളൂ. അപ്പോൾ റോഡ് ടാക്സ് നമ്മൾക്ക് ഏകദേശം 6 മാസമോ 1 വർഷം മുമ്പൊക്കെ നമുക്ക് ആ പരിവാഹൻ സൈറ്റിൽ പോകുമ്പം നിങ്ങൾക്ക് കാണാം, അവിടെ പേ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്താൽ വെക്കാൻ പറ്റും. ഒരു 6 മാസത്തിന് മുമ്പൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും മുമ്പോട്ട് പോവുക. പഴയ വണ്ടികളാണെങ്കിൽ ഈ വണ്ടിയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കയ്യിലുണ്ടായിരിക്കണം. പരിവാഹൻ സൈറ്റിൽ പോയിട്ട് പരിവാഹൻ ഗൂഗിൾ ചെയ്താൽ മതി, പരിവാഹൻ.gov.in. വണ്ടിയുടെ നമ്പറും വണ്ടിയുടെ നമ്പർ പ്ലേറ്റുള്ള നമ്പറും അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഈ ഡോറിന് താഴെയായിട്ട് ഇതിൻ്റെ ചേസിസ് നമ്പറും ഉണ്ടാകും. അതിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പരിവാഹൻ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അവിടെ ആദ്യം തന്നെ കാണുന്നത് പേ യുവർ, ആദ്യം തന്നെ നമ്മൾ മുകളിലത്തെ മെനുവിൽ പോവുക. അവിടെ പോകുമ്പം വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുള്ള അവിടെയാണ് വരുന്നത്. അവിടെ പേ യുവർ ടാക്സ് എന്നുള്ള ആദ്യം മെനു ആണ്. പേ യുവർ ടാക്സിൽ പോയിട്ട് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഓരോ അടുത്ത 5 വർഷത്തേക്കാണ് ടാക്സ് വരുന്നത്. അവിടെ നിങ്ങളുടെ വണ്ടിയുടെ ടാക്സ് കാണിക്കുന്നതായിരിക്കും. അവിടെ പോയിട്ട് ടാക്സ് പേ ചെയ്യുക. പേ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് അതിൻ്റെ റെസിപ്റ്റ്. അപ്പോൾ 6400 ഈ വർഷം ബഡ്ജറ്റിന് മുമ്പ് ഉണ്ടായിരുന്നത്. 6400 പ്ലസ് 50% കൂട്ടിയിട്ടുണ്ട്. അത് 6400 പ്ലസ് 6400 പകുതി ചെറിയ കാറുകൾക്കൊക്കെ ഇപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതൊക്കെ നോക്കി കണ്ടൊക്കെ എന്നിട്ട് ഇതൊക്കെ ഇത്രയും പൈസ ചിലവ് വരും. ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വണ്ടി വെച്ചോണ്ടിരിക്കണോ കൊടുക്കണോ എന്നൊക്കെ തീരുമാനം എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് റോഡ് ടാക്സ് ആദ്യമേ പേ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾക്ക് വണ്ടി ഇനി RTOനെ കാണിക്കാൻ വേണ്ടി, റിന്യൂവൽ ആകാൻ വേണ്ടി RTOനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് 60 ദിവസം മുമ്പ് പോകാവുന്നതാണ്. 60 ദിവസം മുമ്പ് പോകണമെന്നില്ല, നമ്മൾക്ക് മിനിമം ഒരു 15 ദിവസം മുമ്പ് പോകണം. മുഹൂർത്തം ആകാൻ വേണ്ടി നോക്കിയിരിക്കരുത്. മിനിമം ഒരു 15 ദിവസം മുമ്പ് പോവുക. RC ഓണർ ഇല്ലെങ്കിൽ RC ഓണറിൻ്റെ ഒരു ലെറ്റർ, ഇന്ന കാരണത്താൽ ഞാൻ നാട്ടിലില്ല, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒരു വൈറ്റ് പേപ്പർ മലയാളത്തിൽ എഴുതിയിട്ട് ആളുടെ ഒരു സൈനും കൊണ്ട് വേറൊരാൾ പോയാലും കുഴപ്പമൊന്നുമില്ല, പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾക്കൊരു 15 ദിവസം പോകുന്ന പോലെ ഞാൻ ഒരു 15 ദിവസത്തിന് മുമ്പാണ് ഞാൻ പോയത്. അപ്പോൾ ഈ 15 ദിവസം മുമ്പ് പോകുന്നതിന് മുമ്പ് ബാക്കി പണികളൊക്കെ തീർത്തിരിക്കണം. വണ്ടിയുടെ പണികളെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് വണ്ടിക്ക് പെയിൻ്റ് അടിക്കണമെന്ന്. വണ്ടിക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ട. നമ്മളെപ്പോഴാണോ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ്റെ ആ മെനു ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുമ്പം നമ്മളവിടെ കാണിക്കും നിങ്ങളുടെ വണ്ടി ഇന്നതൊക്കെ ചെക്ക് ചെയ്യണം. അത് വൃത്തിയായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ഒന്നൊന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, വണ്ടിയിൽ തുരുമ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ഡോറൊക്കെ തുറക്കുമ്പം ഈ ഡോറിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെയാണ് മെയിനായിട്ട് തുരുമ്പ്. അതൊക്കെ നോക്കും, അതൊക്കെ തുരുമ്പൊക്കെ ഉണ്ടോ നോക്കും. പിന്നെ ടയർ ഒരു 60 to 70% ഉണ്ടായിരിക്കണം. ഒരുവിധം കട്ടയൊക്കെ ഉള്ള ടയർ ആയിരിക്കണം. പിന്നെ വണ്ടിയുടെ ടയറിൻ്റെ അളവ് ഏതാണോ അത് തന്നെ ആയിരിക്കണം കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ സ്പെയർ വീൽ ഉണ്ടായിരിക്കണം. അത് നോക്കത്തൊന്നുമില്ല, എന്തെങ്കിലും സംശയം തോന്നിയാലേ നോക്കത്തുള്ളൂ. സംശയം തോന്നുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വണ്ടി കണ്ട എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മൊത്തം നോക്കും. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവർ ഈ വണ്ടിയിൽ നിന്ന് കാര്യമായിട്ടൊന്നും നോക്കിയൊന്നുമില്ല. അദ്ദേഹം ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അവർ നോക്കുന്നത് വണ്ടിയുടെ ലൈറ്റ്, ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം വർക്കിംഗ് ഉണ്ടായിരിക്കണം. അതായത് ഹെഡ് ലാമ്പ്, ലെഫ്റ്റ് റൈറ്റ്, ഹസാർഡ് ലൈറ്റ്, പിന്നെ പുറത്തെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഹെഡ് ലാമ്പിൽ ഡിമ്മ് ബ്രൈറ്റ് ഉണ്ടായിരിക്കണം. അതിനകത്ത് പാർക്ക് ലൈറ്റ് വേറെ ലൈറ്റ് കളറൊന്നും വെക്കരുത്. എന്താണ് ഹാലജൻ ലാമ്പാണ് വന്നിരിക്കുന്നത് അത് തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ഹസാർഡ് ലൈറ്റ് എല്ലാം 4 ഉണ്ടെങ്കിൽ അത് വർക്കാകണം. ലെഫ്റ്റും റൈറ്റും വർക്കാകണം. പുറകിലെ ബ്രേക്ക് ലൈറ്റ് വർക്കാകണം. അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് ഓൺ ചെയ്ത് കഴിയുമ്പം ബാക്കിൽ നൈറ്റ് ലാമ്പ് ഓൺ ആകും. അതും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്കാകണം. പിന്നെ വൈപ്പർ വർക്കാകണം. വൈപ്പറിൽ വെള്ളം വന്നില്ല കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആഡംബരം എക്സ്ട്രാ ഫിറ്റിംഗ് വരുന്നതാണ്. വൈപ്പർ വർക്കാകണം. പിന്നെ
ഹോണ് കീ എന്നുള്ള ഹോണ് തന്നെ ആയിരിക്കണം. വേറെ പാപ്പ എന്നൊക്കെ അടിക്കുന്നതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തരത്തില്ല, അന്നേരം തന്നെ മാറ്റിക്കൊണ്ട് വരാൻ പറയും. കീന്ന് അടിക്കുന്ന സ്റ്റാൻഡേർഡ് ഹോൺ, അതും ഒരുപാട് സൗണ്ടുകളൊന്നും 2-3 നിരത്തി വെക്കാൻ പാടില്ല. ഇപ്പോൾ വരുന്ന വണ്ടികൾ ഒരെണ്ണം ഉണ്ടായിരിക്കത്തുള്ളൂ, അതേ ഒരെണ്ണമേ പാടുള്ളൂ. പിന്നെ മൊത്തത്തിൽ വണ്ടി ഒന്ന് എന്താ പറയുന്നത്, നല്ലതായിരിക്കണം. പെയിന്റോ സൗന്ദര്യമൊന്നും അല്ല ഇവർ നോക്കുന്നത്. പരിവാഹൻ സൈറ്റിൽ അങ്ങനെയാണ്, പെയിന്റും സൗന്ദര്യമില്ല. ഇവർ അടുത്ത 5 വർഷം ഈ വണ്ടി റോഡിൽ ഓടുമോ, സേഫായിട്ട് ഓടുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പെയിന്റ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. പിന്നെ ഒരുപാട് ഫെയ്ഡായി ഈ ക്ലിയർ ഒക്കെ പൊരിഞ്ഞ് പോലെ വരുമല്ലോ, അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. പിന്നെ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ്, മെയിനായിട്ട് ബമ്പറിലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ് എന്ന് പറയുമ്പം സ്ക്രാച്ചായി ഉള്ളിലെ പുട്ടി തെളിഞ്ഞ് കാണുമല്ലോ വൈറ്റ്, ആ രീതിയിലൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ബെൻഡ് ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. ബാക്കിയൊക്കെ അല്ലാത്ത വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിനുക്കിയിട്ട് പോയാൽ മതി. പിന്നെ നമ്പർ പ്ലേറ്റ്, HSRP നമ്പർ പ്ലേറ്റ് വേണം. അത് സ്ക്രൂ ചെയ്തിട്ടൊന്നും പോകാൻ പാടില്ല, പഞ്ച് തന്നെ ചെയ്യണം. ചില അടുത്ത് ഇത് പഞ്ച് ചെയ്യാനുള്ള സംഭവം കാണത്തില്ല, അത് പഞ്ച് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. HSRP ഇപ്പം നമുക്ക് ഓൺലൈനൊക്കെ എടുക്കാൻ പറ്റും, ഓൺലൈനിൽ വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോഴും നമ്മൾ ആദ്യം തന്നെ റോഡ് ടാക്സ് അടച്ചു വെച്ചു, നമ്മൾക്ക് സമയം പോലെ. അത് മുഹൂർത്തമായിട്ട് വെക്കാണ്ടിരിക്കുക, അത് അടക്കണമെങ്കിൽ നേരത്തെ അടച്ചു വെക്കുക. വിൽക്കുന്ന വണ്ടിയാണെങ്കിലും പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാമല്ലോ. സ്ക്രാപ്പ് ആക്കേണ്ട ഒരുവിധം നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ ആദ്യമേ റോഡ് ടാക്സ് അടച്ചാൽ പോയി. പിന്നെ എല്ലാം കൂടി അവസാനം വരുമ്പോൾ ഒരു വലിയ ചിലവായിട്ട് മാറുമല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പരിവാഹൻ സൈറ്റ് വെഹിക്കിൾ റിലേറ്റഡ് സർവീസിൽ പോയിട്ട് ഈ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്യുക. വണ്ടിയുടെ നമ്പറും ചേസിസ് നമ്പറൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ OTP ആയിരിക്കും, OTP കൊടുത്തിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ള മെനുവിൽ പോവുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫിറ്റ്നസ് ഒന്ന് കാണും, അതിലല്ല പോകേണ്ടത്, അത് പ്രൈവറ്റ് അല്ല ടാക്സി വണ്ടികൾക്കുള്ളതാണ്. റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് പോകുമ്പം കാണും, നിങ്ങൾക്ക് അവിടെ ഈ രജിസ്ട്രേഷൻ ഫിറ്റ്നസ് എടുക്കാനുള്ള പൈസ കാണും. അത് എനിക്ക് വന്നത് ഒരു 600 രൂപയാണ്. പിന്നെ അതിൻ്റെ സർവീസ് ചാർജസ് ഒരു 200 രൂപ വരും. ഇത് പേ ചെയ്ത് കഴിയുമ്പോഴേക്കും മുകളിൽ പോയിട്ട് മെനുവിൽ നിങ്ങൾക്ക് ഗ്രീൻ ടാക്സ് കാണും. ഗ്രീൻ ടാക്സ് ഒരു 600 രൂപ. ഇത്രയാണ് പിന്നീട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ 600 രൂപയും പിന്നെ ആ 200 രൂപയും കൂടി 800 രൂപ ഒരു റെസിപ്റ്റായിട്ട് കിട്ടും. പിന്നെ ഗ്രീൻ ടാക്സ് അടച്ചതിൻ്റെ ഒരു 600. അപ്പോഴും നമ്മൾ റോഡ് ടാക്സ് പേ ചെയ്തു, റിന്യൂവലിന് രജിസ്ട്രേഷനുള്ള 800 രൂപ പേ ചെയ്തു, ഗ്രീൻ ടാക്സ് പേ ചെയ്തു. ഇനി നമ്മൾക്കുള്ള പരിപാടി എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒറിജിനൽ RC സ്കാൻ ചെയ്തിട്ട് കോപ്പി ഉണ്ടായിരിക്കണം. സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി അതിനകത്ത് തന്നെ പരിവാഹൻ സൈറ്റിൽ ചിലപ്പോൾ കാണും, അതിനകത്ത് തന്നെ ഡൗൺലോഡ് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ അവിടെ ഫോം നമ്പർ 25 എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിനകത്ത് ഫോം നമ്പർ 25 അവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആണെങ്കിൽ ഫോം നമ്പർ 25 ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മൾ മാനുവലായിട്ട് ഫില്ല് ചെയ്യണമായിരുന്നു. അതിൽ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്, എന്താണെന്ന് ഒരു പിടുത്തമില്ല. അതിനകത്ത് വായിച്ച് നോക്കിയാൽ തന്നെ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഈ ഫോൺ നമ്പർ 25 ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എല്ലാം ഫില്ലായിട്ടുണ്ടാവും. വേറെ ആരുടെയും സഹായം വേണ്ട. ഫോൺ നമ്പർ 25 ഒറ്റ പേജിൽ നോക്കട്ടെ, 1 2 നോക്കട്ടെ, ഒറ്റ പേജേ ഉള്ളൂ. അതിലൊരു സിഗ്നേച്ചർ ചെയ്യാനുള്ള ഒരു 3 സ്ഥലമുണ്ട്. 3 സ്ഥലത്ത് സിഗ്നേച്ചർ ചെയ്തിട്ട് അത് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് വേണ്ട സാധനം ഒരു അഫിഡാവിറ്റ് ആണ്. അഫിഡാവിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്കറിയാലോ, ലേറ്റ് ആയിട്ടുള്ളവർക്ക് ലേറ്റ് ഫീ കൊടുക്കണമെന്നുള്ളൊരു അത് കോടതി വന്നിട്ട് എന്തോ ഇടപെട്ടിട്ട് സ്റ്റേ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ അഫിഡാവിറ്റ് എല്ലാവരും കൊടുക്കണം. ഈ ലേറ്റായി പോകുന്നവർ മാത്രമല്ല, ആദ്യം പോകുന്നവർ, ലേറ്റ് ആകുന്നതിന് മുമ്പ് പോകുന്നവരും ഈ സത്യവാങ്മൂലം കൊടുക്കണം. അതും നിങ്ങൾക്ക് ഈ കമൻറ്റ് സെക്ഷനിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഇതിവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം കേട്ടോ. ഇത് മലയാളത്തിൽ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് വണ്ടിയുടെ നമ്പറും ആ സൈൻ ചെയ്യുമ്പം അന്നത്തെ ഡേറ്റ് നല്ല രീതിയിൽ വലുപ്പത്തിൽ നല്ല, നമ്മൾ ലേറ്റായിട്ടല്ലല്ലോ പോകുന്നത്, അതിന് മുമ്പുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ജസ്റ്റ് ഒരു ഫോം മാത്രമേ ഉള്ളൂ. നിങ്ങൾ മലയാളത്തിൽ കൈകൊണ്ട് എഴുതിയാൽ മതിയെന്ന്. കൈകൊണ്ട് എഴുതിയിട്ട് 10 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് അത് അതിൻ്റെ മണ്ടയിൽ ഒട്ടിച്ചിട്ട് അതും കൂടി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾക്ക് RTOനെ വണ്ടി കാണിക്കാൻ പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 100 രൂപയ്ക്ക് അക്ഷയ സെൻ്ററല്ല, ഈ സേവാ കേന്ദ്രത്തിൽ പോകുന്നവർ പോകുമ്പോഴേ ഒരു 10 രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് പോകണം. ചിലപ്പോൾ അവിടെയൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
ഇനി നമ്മൾക്ക് RTOനെ കാണാൻ പോകുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ പിൻ ചെയ്ത് എടുത്തുകൊണ്ട് പോകണം. ആദ്യം തന്നെ വെക്കേണ്ടത് നമ്മൾ ഫീസ് അടച്ച റെസിപ്റ്റ് ആണ്. എന്തിന്റെ ഫീസാണ്? റിന്യൂവല് ചെയ്യാൻ വേണ്ടിയുള്ള, അതായത് 800 രൂപയുടെ. അതിനുശേഷം നിങ്ങൾ ഗ്രീൻ ടാക്സ് അടച്ച പേപ്പർ, അതിനുശേഷം നിങ്ങൾ റോഡ് ടാക്സ് അടച്ച പേപ്പർ, അതിനുശേഷം ഫോൺ നമ്പർ 25 അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് അതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ഈ അഫിഡാവിറ്റ് നമ്മൾ എഴുതി തയ്യാറാക്കി അതിൻ്റെ ഒരു കോപ്പി, പിന്നെ ഒറിജിനൽ RC ലാസ്റ്റ് അതിൻ്റെ കൂടെ വെച്ച് പിൻ ചെയ്യുക. നിങ്ങൾ ഈ രീതിയിൽ ഫയലൊന്നും നോക്കണ്ട, എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ പിൻ ചെയ്തിട്ട് കൊണ്ടുപോവുക. വണ്ടീന് എന്നാണ് സൗകര്യം എന്ന് വെച്ചാൽ RTOയുടെ അടുത്ത് പോയിട്ട് വണ്ടി സബ്മിറ്റ് ചെയ്യുക. ഒരു 10 മണിയോടുകൂടി പോയാൽ മതി. ആളെ കാണിക്കുക, ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുക, ഫോണ് ലൈറ്റ് എല്ലാം നോക്കും. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പറയും. പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. ഒരു കാരണവശാലും നിങ്ങളൊന്നും പിന്നീട് പരിവാഹൻ സൈറ്റിൽ ഇത് പെൻഡിങ് ആയി വരത്തില്ല. ഒരു 3 ദിവസം കൊണ്ട് സംഭവം റെഡിയാവും. അപ്പോൾ പിന്നീട് ഇത് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം RTOനെ കാണിച്ചു, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, എത്ര ദിവസം കൊണ്ടാവുമെന്ന് മെല്ലെ ലൈറ്റായിട്ടൊന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഒരു 4 ദിവസം കൊണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ 800 രൂപയുടെ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷനുള്ള ഫിറ്റ്നസ് എടുക്കാനുള്ള റെസിപ്റ്റിൽ ഏറ്റവും മുകളിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും. KL എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ നമ്പർ അതിന് മുകളിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ നോട്ട് ചെയ്യണം. ഇനി നമ്മൾ പരിവാഹൻ സൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള വെഹിക്കിൾ റിലേറ്റഡ് സർവീസിൽ പോയിട്ട് മുകളിലെ ടാബിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ പോയിട്ട് അവിടെ റെസിപ്റ്റ് നമ്പർ അടിച്ചു കൊടുക്കാൻ പറയും. ആ റെസിപ്റ്റ് നമ്മൾ ഇവിടെ ഈ റെസിപ്റ്റ് നമ്പർ പരിവാഹൻ സൈറ്റിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കാണിച്ചു തരും. ആദ്യത്തെ ദിവസം തന്നെ പ്രോസസ്സ്, വെരിഫിക്കേഷൻ, ഫൈനൽ, അപ്രൂവ്ഡ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊരു 4-ാമത്തെ ദിവസം 3 ദിവസം ആയി തോന്നുന്നത്. ഞാൻ ഓരോ ദിവസവും നോക്കും ഇതെന്തായി എന്നുള്ളത്. അപ്പോഴും ഇത് ആരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഏതൊക്കെ ഓഫീസറിൻ്റെ പേര് വരെ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ ഇത് അവർക്ക് പെൻഡിങ് വെക്കാൻ പറ്റത്തില്ല ഈ സാധനം. വേണമെങ്കിൽ നിങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തും കൂടി പോയിക്കോ, അതും കൂടി ചിലപ്പോൾ ഒന്ന് നന്നായിരിക്കും. പെൻഡിങ് വെക്കാൻ പറ്റത്തില്ല. എന്താ പ്രശ്നമെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്താ പ്രശ്നമെന്ന് പരിവാഹൻ സൈറ്റ് വേണമെങ്കിൽ അതിനകത്ത് റിമാർക്സ് വരും. അങ്ങനെയും ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ഇവിടെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അപ്രൂവ്ഡ് ആയി കഴിയുമ്പോൾ അവിടെ RC പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരും. RC പ്രിൻ്റ് എടുക്കാനായിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. ആ സാധനം വെറുതെ PDF കൺവേർട്ട് ആയിട്ട് നമ്മൾ കാണുന്ന പോലെയൊന്നും ആയിരിക്കത്തില്ല. ഇതിലേക്കായിട്ട് കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് RC നല്ല കളർഫുൾ ആയിട്ട് അവിടെ കാണിക്കും. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അതൊന്ന് കട്ട് പേസ്റ്റ് അങ്ങനെ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പ്രിൻ്റ് എടുക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് കാർഡാക്കി തരണമെന്ന് പറഞ്ഞാൽ മതി. 10-20 രൂപയ്ക്ക് ലാമിനേറ്റ് ചെയ്ത് കാർഡാക്കി തരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വണ്ടിയിൽ യാതൊരുവിധ പരിപാടികളും ഒപ്പിച്ചിട്ട് പോവാതിരിക്കുക. RTO കാണുമ്പോൾ അറിയാം അവർക്ക്. ഞാൻ പറയാലോ, ഞാൻ പോയപ്പോൾ തന്നെ ഒരു 2 വീലർ പുള്ളിക്ക് സംശയം തോന്നി. 2 വീലർ കിടത്തി ചേച്ച് അതിൻ്റെ അടിയിലത്തെ എൻജിൻ നമ്പർ വരെ നോക്കി. ഈ 2 വീലറിനാണ് മിക്കവാറും കൂടുതലായിട്ട് എൻജിനൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് ഒരു വണ്ടിക്കാണ് ഡൗട്ട് തോന്നിയത്. അത് പുള്ളി ശരിക്കും നോക്കിയിട്ട് തന്നെയാണ് വിട്ടത്. സ്പ്ലെൻഡർ ആയിരുന്നു വണ്ടി. അതേപോലെ തന്നെ ഇതിൽ വരുന്നത് വണ്ടിയുടെ ലൈറ്റ്. ഒരു 2 വീലറിന് അടിപൊളി നല്ല പുത്തൻ വണ്ടി പോലെ പെയിൻ്റൊക്കെ അടിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് തെളിയുന്നില്ല. അതൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്. അത് മാറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞു. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ അത് മാറ്റിക്കൊണ്ട് വരാണ്ട് ഒരു പരിപാടി നടക്കില്ല. അത് പോയി അപ്പുറം വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞു. പുള്ളി മാറ്റിക്കൊണ്ട് വന്നോ ഇല്ലെന്ന് അറിയത്തില്ല. ഞാൻ അതിന് മുമ്പ് പോന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്. അല്ലാണ്ട് വണ്ടി നിങ്ങൾ പെയിൻ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി കൊണ്ട് വണ്ടിയുടെ അടി നിറച്ച് തുളയും പകുതി സാധനങ്ങൾ വർക്കിംഗ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല കാര്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ നമ്മളെയൊക്കെ ആരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, RTO ആണ്, ഭയങ്കരമാണ്, എന്തോ ഡീസൻ്റ് മനുഷ്യനാണെന്ന് അറിയാവോ? ആളുടെ പേര് ഇതിനകത്ത് എവിടെ ഉണ്ട്? നമുക്ക് അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നോക്കാൻ പറ്റും അത് ആരാ ചെക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ. ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ഓക്കെ. ഞാൻ അവസാനം നമുക്കൊന്ന് അറിയണോ, മെല്ലെ ഒന്ന് ചോദിച്ചു എത്ര ദിവസം കൊണ്ടാവുമെന്ന് മെല്ലെ ഒന്ന് ചോദിച്ചു. ഒരു 4 ദിവസം കൊണ്ടാവുന്ന കാര്യങ്ങൾ മെല്ലെ പുള്ളി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ, നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയൊക്കെ പൈസ ചിലവ് വരും. ടാക്സ് തന്നെ ഒരുപാട് പൈസയൊക്കെ ചിലവ് വരും. അപ്പോൾ ഇതൊക്കെ തീരുമാനിച്ചിട്ട് മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇനി പ്രൈവറ്റ് ടെസ്റ്റിംഗ് സ്റ്റേഷന് വന്നു കഴിഞ്ഞാൽ 5000-10,000 കണ്ടൊക്കെയാണ് റിന്യൂവൽ. ഇതിന് റോഡ് ടാക്സ് അല്ല,
മറ്റേ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷന് വരുന്ന പൈസ തന്നെ. ഇതൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആൾക്കാർ മുമ്പോട്ട് പോകുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും വണ്ടി വേണമെന്നുള്ള ഒരാൾക്കൊക്കെ ആണെങ്കിൽ വണ്ടിയൊക്കെ വിറ്റ് അവർക്ക് കൊടുത്ത് ഒഴിവാക്കുക. ഇല്ലാതെ വണ്ടി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ആരെയും പറ്റിക്കാതിരിക്കുക. പിന്നെ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കേട്ടോ. ഈ 4 ദിവസത്തിനുള്ളിൽ റെഡിയാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ റെസിപ്റ്റിന്റെ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും അത്. അല്ലാണ്ട് നിങ്ങൾ ഇതിന്റെ പുറകെ അന്വേഷിച്ച് പോകും എന്താ വരാത്തത്, എന്താണ് അവിടെ റിമാർക്സ് ഒക്കെ അവിടെ കൃത്യമായിട്ട് കാണിക്കും അത് എന്താന്നുള്ളത്, ഏത് സ്റ്റെപ്പിലാണ് ഇത് നിൽക്കുന്നത്. 4 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ ഇതായിരിക്കും കൺഫേം ആയിട്ട്. അവർക്കത് പെൻഡിങ് വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. നമ്മൾക്കൊരു 100 രൂപ താഴെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഓരോന്ന് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് വണ്ടി റിന്യൂവൽ ചെയ്ത് എടുത്തുകൊണ്ട് വരാവുന്നേ ഉള്ളൂ. പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം അവർക്കറിയാം ഇന്ന മോഡലിൻ്റെ സൈലൻസറോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കയറ്റാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ എൻജിൻ നമ്പറും ചേസിസ് നമ്പറൊക്കെ വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ട് പോവുക. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ എൻജിൻ്റെ അവിടെ എൻജിൻ റൂമൊക്കെ ഈ വണ്ടിക്ക് പുറകിലാണല്ലോ, അതുകൊണ്ട് നോക്കുന്നില്ല. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്യുക, പവർ വാഷ് ഒന്നും ചെയ്യാതിരിക്കുക. പിന്നീട് വണ്ടി ഓടാതായി പോകും. ആ പവർ വാഷ് ഒരിക്കലും എൻജിൻ റൂമിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റ് ഫീ എല്ലാം വന്ന് പിന്നെ ഭയങ്കര തലവേദനയാണ് ഇതിൻ്റെ പുറകെ പോക്ക്. അതുകൊണ്ട് വണ്ടി ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് റിന്യൂവലൊക്കെ ചെയ്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ കിട്ടുന്ന പൈസയ്ക്ക് വിറ്റ് ഒഴിവാക്കുക.